ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സാധാരണ കട്ട് ചെയ്തെടുക്കാറാണ് നമ്മൾ പതിവ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെബ്സൈറ്റ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെറുതെ ഫോണിൻ്റെ സ്പേസ് കുറക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്നും ഫോട്ടോസും വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വച്ചിട്ടുണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നിന്നും നിങ്ങൾക്ക് ഏത് ഫോട്ടോസാണോ അല്ലെങ്കിൽ വീഡിയോസാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോസിന് നേരെ മുകളിലുള്ള വലതുവശത്തുള്ള 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻസ്റ്റാഗ്രാം ഇമേജ് ഓർ വീഡിയോ ലിങ്ക് എന്നുള്ള ഭാഗത്തിന് താഴെ നമുക്കൊരു സെർച്ച് ബാർ പോലെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ബട്ടൺ. ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അല്പനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ താഴെയായിട്ട് നമുക്കൊരു നീല നിറത്തിൽ ഡൗൺലോഡ് ഫയൽ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഡൗൺലോഡ് ഫയൽ എന്നുള്ള ഭാഗം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ ഡൗൺലോഡായിട്ട് വരുന്നുണ്ട്. മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഒരു വീഡിയോ ഇപ്പോൾ മുഴുവനായിട്ട് ഡൗൺലോഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇപ്പോൾ ഡൗൺലോഡായിട്ട് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് നമുക്ക് എല്ലാ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.